സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ CJ റോയി സാറിന്റെ ഓരോരോ കഥകളാണ് ഓരോ ദിവസം ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ദിവസം അങ്ങേര് മരിച്ചപ്പോഴും നമ്മളെല്ലാവരും കരുതിയത് അവിടെ ചെക്കിങ്ങിന് പോയ അല്ലെങ്കിൽ IT ഉദ്യോഗസ്ഥരുടെ ഭയങ്കരമായിട്ടുള്ള പിന്നെ എന്താ പറയേണ്ടത് ടോർച്ചറിങ്ങും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദവും കാരണമൊക്കെയാണെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ ഇപ്പോഴും ചില വാർത്തകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇദ്ദേഹം ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്നും അത് മാത്രമല്ല ഇദ്ദേഹത്തിന് ഒരുപാട് കടബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ബിസിനസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ആഡംബരത്തിന്റെ അങ്ങേ അറ്റത്തെ വാക്കാന്നിങ്ങേര്, അതായത് നല്ല രീതിയിൽ ആഡംബരം കാണിച്ച് ജനങ്ങളുടെ മുന്നിലൂടെ എന്ന് പറഞ്ഞാൽ ഒരു അഭിനേതാവായിട്ട് മാറിയിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് മനോരമ ഓൺലൈനിൽ വന്ന ഒരു സംഭവവും പിന്നെന്ന് പറഞ്ഞാൽ മറുനാടൻ ഷാജൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള ഇതാണ് ഒരു റിയാക്ഷനാണ് കേട്ടോ. നമുക്ക് ഏതായാലും അതൊന്ന് പറയുന്നത് കേട്ടിട്ട് വരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരെയും ചിലപ്പോഴും സിനിമാ താരങ്ങളെയും ഒക്കെ ബാധിക്കുന്ന ഒരു കേസാണ്. എല്ലാവരും കൂടി പൈസ കൊണ്ടുപോയിട്ട് നമ്മളെ റോയിച്ചാന് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ആ വാർത്ത നമുക്കൊന്ന് കണ്ടിട്ട് വരാം. മനോരമയുടെ ഓൺലൈൻ എഡിഷനിലെ മെയിൻ സ്റ്റോറിയാണത്. തലക്കെട്ട് ഇങ്ങനെയാണ്: ഭയന്ന് നിക്ഷേപകർ പിന്മാറി, റോയി സമ്മർദ്ദത്തിലായി, പണം നൽകിയത് രാഷ്ട്രീയ സിനിമ മേഖലയിലുള്ളവർ. ഇത് ഏതെങ്കിലും ഒരു യൂട്യൂബറുടെ തിയറി അല്ല, മലയാള മനോരമയുടെ തിയറിയാണ്. ബംഗളൂരു കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ CJ റോയി 6 മാസമായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തി. കടബാധ്യതയില്ലെങ്കിലും ദുബായിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ വലയിൽ റോയി കുടുങ്ങുമെന്ന് സംശയിച്ച് ചില നിക്ഷേപകർ പണം തിരിച്ചു ചോദിച്ചത് സമ്മർദ്ദം കൂട്ടാൻ കാരണമായെന്നാണ് നിഗമനം. പല ഇടപാടുകളുടെയും സ്രോതസ് വെളിപ്പെടുത്താനാവാതെ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയെന്നാണ് സംശയിക്കുന്നത്. ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്ന് നിക്ഷേപകരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ റോയി എഴുതിയ കുറിപ്പും ലഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥർ നഗരത്തിൽ തുടരുകയാണെന്നും സൂചനയുണ്ട്. 30-ന് നടന്ന പരിശോധനയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ടതോടെയാണ് റോയിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് പിന്നിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദമാണെന്ന് പറയാറായിട്ടില്ലെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര പറഞ്ഞു. ഈ വാർത്തയിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വരി: ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദം കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ആഭ്യന്തരമന്ത്രിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. അവർക്ക് പോലും ബോധ്യപ്പെട്ടു ഈ അന്വേഷണം ചെന്നെത്തുന്നത് ആദായ നികുതി വകുപ്പിന് നേരെയല്ല, നേരെ മറിച്ച് CJ റോയി എന്ന കേരളത്തിലെ ചില മാധ്യമങ്ങൾ ബിംബമാക്കി വളർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയുടെ കപടതയിലേക്കാണ് എന്ന് പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹം പൈസ വാങ്ങിയ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ട്. സീറോ ബാലൻസ് ബിസിനസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു തത്വമാണ് ഇങ്ങനെ അനുകരിക്കുന്നത്. പക്ഷെ അതൊന്നുമല്ല. ഇതിന്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ പൈസയും ഉണ്ട്. പിന്നെ കർണാടക ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത്. ഇതൊന്നും നമ്മൾ വേറെ ആരും പറയുന്നതല്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട പത്രമായ മനോരമയുടെ ഓൺലൈനിൽ വന്നത് മറുനാടൻ റിയാക്ട് ചെയ്യുന്നതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇതിന്റെ അകത്ത് ഉള്ളിൽ എന്തൊക്കെയോ കിടക്കുന്നുണ്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇദ്ദേഹം എന്താ വന്ന് പറഞ്ഞ് ഒരു റെയ്ഡ് വരുമ്പോഴേക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഭയന്നു പോയിട്ട് അങ്ങ് ചെയ്തൊന്നുമല്ല. പിന്നെ ഞാൻ ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ മടിയിൽ കനമില്ലെങ്കിൽ നമ്മൾ എന്തിനാണോ പേടിക്കുന്നത്? നമ്മൾ 10 പൈസ ഒരുത്തൻ്റെ പിടിച്ചു വെച്ചിട്ടില്ല, 10 പൈസ ഒരുത്തൻ്റെ ഇല്ല എന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് എൻ്റെ ബിസിനസ് ഒക്കെ ക്ലിയർ ആണെങ്കിൽ ഞാൻ എന്തിനാണോ അത് ചെയ്യുന്നത്? എനിക്ക് എന്ത് മാനസിക സമ്മർദ്ദമാണ് വരേണ്ടത്? ഞാൻ എല്ലാ പേപ്പറുകളും എടുത്തിട്ട് അവരെ മുന്നിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കൂലേ? ഇനി അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ വധശിക്ഷ ഒന്നും വിധിക്കില്ല. കൃത്യമായിട്ട് നമുക്കറിയാം ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പിഴ അടയ്ക്കേണ്ടി വരും. അല്ലാതെ വേറെ ഒന്നും വേണ്ട. കോടികളെ ആസ്തിയുള്ള ഈ റോയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ പിഴകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വലിയൊരു സംഭവമാണോ? ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിയും അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിൽ എന്തെല്ലോ കാര്യങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്. അതായത് ദുബായിൽ ഇറക്കിയ പൈസയും ഇന്ത്യയിൽ ഇറക്കിയ പൈസയും തമ്മിലൊക്കെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് റോയിക്കറിയാം ഇത് തന്നിലേക്കാണ് വരുന്നത്. ഇത് തൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ തൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമല്ല, ചിലപ്പോഴെന്ന് പറഞ്ഞാൽ തന്നെ വിശ്വസിച്ചിരിക്കുന്ന രാഷ്ട്രീയ സിനിമാ പ്രവർത്തകർ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുടുങ്ങിപ്പോകും
പോകും ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വളരെ ഡീസന്റ് മനുഷ്യനായിരിക്കും, എല്ലാവർക്കും കൃത്യമായിട്ട് ലാഭവിഹിതം കൊടുക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. പക്ഷേ ഇതിന്റെയൊക്കെ ഈ പണത്തിന്റെയൊക്കെ കണക്ക് ചോദിച്ചപ്പോൾ ബബ്ബബ്ബാന്ന് അടിച്ചിട്ടുണ്ടാകും. അങ്ങനെ ആകുമ്പോഴല്ലേ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഗവൺമെന്റ് മുന്നിട്ടിറങ്ങിയിട്ട്, ആദായ വകുപ്പ് മുന്നിട്ടിറങ്ങിയിട്ട് അവരുടെ അന്വേഷണവും റെയ്ഡും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ റോയിച്ചന്റെ അടുക്ക് നടന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഉള്ളിൽ വേറൊരു മനുഷ്യനും കൂടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. നമ്മൾ അറിയാത്ത മറ്റൊരു റോയി അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മൾ കാണുന്ന റോയി സാറ് നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന, നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ സൽക്കരിക്കുന്ന, ഒരുപക്ഷെ സിനിമാക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കണ്ണിലെ ദൈവം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമാക്കാർ പോയി കഴിഞ്ഞാൽ, കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഏതെങ്കിലും ഒരു സംഭവത്തിൽ പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ആവശ്യത്തിന് ദുബായി പോയി കഴിഞ്ഞാലോ, റോയി സാറെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വരെ വേണമെങ്കിൽ താമസിക്കാനുള്ള ഇടപാട് വരെ അവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സിനിമാക്കാർക്കൊക്കെ വലിയൊരാളായിരുന്നു ഈ റോയി സാർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പ്രമുഖ താരങ്ങളെല്ലാം ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ പൈസ ഇട്ടിട്ടുണ്ടാകും. അത് നമുക്കറിയാലോ, ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു വലിയ കമ്പനിയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് പൈസ ഇട്ട് കഴിഞ്ഞാൽ എവിടെയും പോകത്തില്ല എന്നുള്ള ഉറപ്പുള്ള ഒരുപാട് പേരുണ്ടാകും. ഏതായാലും അവരെല്ലാവരും ഇപ്പോഴും ഭയന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി പൈസയുടെ പേരും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോഴും ഞങ്ങളുടെ പുറകെ ആകോ IT-കാർ എന്നുള്ളൊരു ഭയം അവർക്ക് നല്ല രീതിയിലുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിക്ഷേപിച്ചവർ തന്നെ നല്ല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് കൃത്യമായി പറഞ്ഞ ഈ IT ഉദ്യോഗസ്ഥരല്ലടോ സമ്മർദ്ദം കൊടുത്തത്, ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ പൈസ നിക്ഷേപിച്ച മറ്റു പലരുമുണ്ട്, അവരാണ് ശരിക്കും സമ്മർദ്ദം കൊടുത്തത്. നമുക്കെല്ലാവർക്കും അറിയാം, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇതിന്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ പലതും ഉണ്ട്. പല കാര്യങ്ങളും നമുക്കിവിടെ പറയാൻ കഴിയില്ല, എന്നാൽ ഊഹാപോഹം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇദ്ദേഹം ബിസിനസ് ചെയ്തത് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല. പലതരത്തിലും പല കളികളും കാര്യങ്ങളും ഒക്കെ കളിച്ചിട്ടുണ്ട്. അതിവിടെ കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ റോയി സാറെ സംബന്ധിച്ച്, റോയി സാറുടെ മരണം ഇതുപോലെ ഈ ഒരു ഉദ്യോഗസ്ഥരാണ് കാരണം, അല്ലെങ്കിൽ ഇവരാണ് എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുമാത്രവുമല്ല, ഇതുവരെ റോയി സാറിന്റെ കുടുംബാംഗങ്ങൾ ഒരാൾ പോലും മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല. അന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ മകൻ വന്ന് കുറച്ചു കാര്യം സംസാരിച്ചതല്ലാതെ പിന്നീടെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും മാധ്യമവുമായിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മരണം എങ്ങനെയാണ്, അതുപോലെ എന്താണ് സംഭവിച്ചത്, പിന്നെ ചില കുറിപ്പുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 90 പേജ് 90 പേജ് അങ്ങാട്ട് എഴുതിയ ഒരു സംഭവമുണ്ട്, അതിൻ്റെ അകത്തെല്ലാം എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലും അതുപോലെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇപ്പോഴും കണ്ടെത്തേണ്ടത്, അതാണ് മനസ്സിലാക്കേണ്ടതെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിനി എന്ത് കളി കളിച്ചു കഴിഞ്ഞാലും, അതായത് നമുക്ക് ജീവിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഈ കളി കളിക്കുമ്പോഴൊക്കെ കുറച്ച് സൂക്ഷിക്കണമായിരുന്നു. എന്തിനാ വെറുതെ ജീവിതം കളയുന്നത്? ഏതായാലും ജീവിക്കാനുള്ള പണം ഇടിയുണ്ട്, എന്നാ പിന്നെ ശരിയെന്ന് ഞാൻ ഇത് നിർത്തുമെന്ന്, അല്ലെങ്കിൽ ഇനി എനിക്കിങ്ങനെ വേണ്ട എന്ന് കരുതിയിട്ട് എല്ലാവരുടെയും പൈസയും കൊടുത്ത് ഒഴിവാക്കിയിട്ട് ഞാൻ ഇത് നിർത്തുവാന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ചൂടെ? എന്തിനിങ്ങനെ മരണം തിരഞ്ഞെടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏതായാലും ഇദ്ദേഹത്തിന്റെ ശിഷ്ടകാലങ്ങളിൽ ഏതെങ്കിലും ഒരു ജയിലിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും ഇനി എന്നെ പിന്നെ വേട്ടയാടാൻ പോകുന്നത്. ഇത്രയും നാൾ ഞാൻ കെട്ടിപ്പടുത്ത ഒരുപാട് കാര്യങ്ങൾ, സാമ്രാജ്യങ്ങള്, ഇപ്പോ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളുമായിട്ടും അവരൊക്കെയുള്ള ബന്ധങ്ങള്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ തകർന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നഷ്ടപ്പെടാം എന്നുള്ള ഒരു ഭയം നല്ല രീതിയിൽ ഇദ്ദേഹത്തെ പിടികൂടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. ഏതായാലും ആ ഉദ്യോഗസ്ഥരെ നമ്മൾ വെറുതെ വിമർശിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതിൻ്റെ അകത്ത് പങ്കൊന്നുമില്ല, അവരിത് കണ്ടുപിടിക്കും. അത് നമ്മുടെ എന്താ പറയണ്ടത്, നമ്മുടെ രാജ്യത്തിന്റെ ഇതാണ് നടന്നത്, സാമ്പത്തിക ഇതിനും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മടിയിൽ കനവുള്ളവൻ എന്നും പേടിയാണ്. നന്ദി, നമസ്കാരം.